അപ്പോൾ ഇന്ന് റാഗിയുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇതിന് 1 കപ്പ് റാഗി മാവാണ്. മുത്താരി പറയും, കോറ പറയും. 1 കപ്പ് റാഗി മാവ്. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം. 1 കപ്പ് മാവ് എടുത്തിരിക്കുന്ന 1 കപ്പിന് നമുക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളത്തിൽ കുഴച്ച ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ക്രാക്കായി വരും. അപ്പം മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പം തണുത്തു. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഇത്ര കമ്മിയാണ് കേട്ടോ. ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് കുഴച്ചാൽ മതി. 1 കപ്പ് ഫുള്ള് വേണ്ട. ഓരോരോ മാവിൻ്റെ രൂപം. നമ്മളിപ്പോൾ വാങ്ങണ മാവാണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും. ഇതിപ്പോൾ വീട്ടിൽ ഉണക്കി മില്ലിൽ പൊടിച്ചതാണ്. അപ്പോൾ ഇതിന് 1 കപ്പ് വേണ്ട, ഇത്രയും വെള്ളം ബാക്കിയാണ്. അപ്പോൾ നോക്കിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴയ്ക്കുക. കുറച്ച് റാഗി മാവ് തൂവാം. അങ്ങനെ ഇത് നമുക്കിനി ഒരു തവട മീതിടാം. ചൂടായ തവട മീതിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടും. അരച്ചിടാം. നമുക്ക് ലേശം നെയ്യ് തടവാം. എടുക്കാം. പൊളച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് നെയ്യ് നമ്മൾ പരട്ടിയാൽ മതി. അപ്പോൾ റാഗി റൊട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പോഷകമുള്ളതാണ്. നമുക്ക് ഇടയ്ക്ക് ഷുഗറുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇത് എന്തെങ്കിലും ഒരു സബ്ജിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഞാനിതിന്നിപ്പോൾ മാംഗോൻ്റെ പ്യൂരി എടുത്തിട്ട് മാംഗോ പ്യൂരിയും ഉപ്പും ലേശം ചുക്കുപൊടി ഇട്ടുള്ളതാണ്. ഇത് നോർത്ത് ഇന്ത്യൻസിനൊക്കെ കഴിക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ. ബൈ.